തെക്ക് തെക്കൊരു ദേശത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പഴയ കാലത്ത്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദാ തെക്ക് തെക്കൊരു ദേശത്ത് ശിവകുമാർ എന്നൊരു ചാണക്യൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ത്യയിലെ എംഎൽഎമാരെ എംപിമാരെ പൊളിച്ചടുക്കുന്നതിൽ കാലുമാറ്റിക്കുന്നതിലൊക്കെ വലിയ ചാണക്യതന്ത്രം പ്രയോഗിക്കുന്ന ആളുകളാണ് ബി.ജെ.പി. അതിൽ ഏറ്റവും വലിയ ചാണക്യനാണ് അമിത്ഷാ. അമിത്ഷാ വലിയ ചാണക്യനാണ്. എന്നാൽ ആ ചാണക്യനെയും വെട്ടിക്കൊണ്ടുള്ള പുതിയ ചാണക്യൻ ഇന്ത്യയിൽ ഉദയം ചെയ്തിരിക്കുന്നു. പേര് ഡി.കെ. ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കർണാടകത്തിലെ നിയമസഭാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ട് 5 എം.എൽ.എമാരാണ് ക്രോസ് വോട്ടിംഗ് ചെയ്തിരിക്കുന്നത്. അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പി നേതൃത്വവും വട്ടായിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് ബി.ജെ.പിക്ക് ഒരു സീറ്റ് ജയിക്കാമായിരുന്നൊരു സീറ്റ് നഷ്ടമായി. ബി.ജെ.പിക്ക് 2 സീറ്റ് ജയിച്ചപ്പോൾ ഘടകകക്ഷി ജനതാദളിൻ്റെ സീറ്റ് തോറ്റുപോയി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന് ശേഷം ഡി.കെ. ശിവകുമാറിൻ്റെ ആദ്യ പ്രധാന വെല്ലുവിളിയായിരുന്നു എം.എൽ.സി തെരഞ്ഞെടുപ്പ്. 135 എം.എൽ.എമാരുള്ള കോൺഗ്രസിന് 151 വോട്ട് ലഭിച്ചു. കോൺഗ്രസിൻ്റെ അംഗബലത്തേക്കാൾ 16 വോട്ടുകൾ പാർട്ടിക്ക് കൂടുതൽ ലഭിച്ചു. 64 എം.എൽ.എമാരാണ് ബി.ജെ.പിക്കുള്ളത്. എന്നാൽ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചത് 56 വോട്ട് മാത്രമാണ്. 8 വോട്ടിൻ്റെ കുറവ് ബി.ജെ.പിക്കുണ്ടായി. 18 എം.എൽ.എമാരാണ് ജെ.ഡി.എസിനുള്ളത്. ബി.ജെ.പിയുടെ 3 എം.എൽ.എമാരുടെ വോട്ട് സഹിതം 21 വോട്ട് കൂടി നേടി 21 വോട്ടായി ജയിക്കാമെന്നതായിരുന്നു മുന്നണിയിലെ ധാരണ. എന്നാൽ ജെ.ഡി.എസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 14 വോട്ടാണ്. 21 വോട്ട് കിട്ടേണ്ട സ്ഥലത്ത് 7 വോട്ട് കിട്ടിയില്ല. എൻ.ഡി.എയിലെ 12 വോട്ട് കവലാണ് 12 വോട്ട് കവലാണ് മറിഞ്ഞത്. ബി.ജെ.പിയിൽ 8 വോട്ടും ജെ.ഡി.എസിൽ 4 എത്ര വോട്ടുകൾ കോൺഗ്രസിന് പോയെന്നും എത്ര എണ്ണം അസാധുവായെന്നും കണക്കാക്കിയിട്ടില്ല. ക്രോസ് വോട്ട് ചെയ്തവരെ തിരിച്ചറിയുമെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കർണാടക ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചുള്ള കോൺഗ്രസിനൊരു വിവരവുമില്ലെന്ന് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മൗനം. വിദ്വാനും ശിവകുമാറിനും ഭൂഷണം. ക്രോസ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വിശകലനം തേടാനായി ബി.ജെ.പി അധ്യക്ഷൻ നിതിൻ നബിൻ കർണാടക പാർട്ടി അധ്യക്ഷൻ വിജയേന്ദ്ര യെദ്യൂരപ്പയെയും നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. എന്തായാലും ജൂൺ 21 പാർട്ടി നേതൃത്വത്തെ കാണാനാണ് പുതിയ നിർദ്ദേശം. എന്തായാലും വളരെ രസകരമാണ്. അങ്ങനെ 2ാം ചാണക്യൻ രൂപപ്പെട്ടിരിക്കുകയാണ്. എവിടെ? ഇന്ത്യയിൽ ഡി.കെ. ശിവകുമാർ. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം സിദ്ധരാമയ്യയും കൂടി നിർത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൃത്യമായി വളരെ സ്മൂത്തായി 2.5 വർഷം ഏറ്റെടുത്തു. മല്ലികാർജുൻ ഖാർഗെയുടെ മകന് മന്ത്രിസ്ഥാനം കൊടുത്തു. അങ്ങനെ വളരെ മനോഹരമായി ചാണക്യൻ തന്നെയാണ്, 100% ചാണക്യനാണ് താനെന്ന് ശിവകുമാർ തെളിയിച്ചിരിക്കുകയാണ്. കർണാടകത്തിലെ ഒരു സീറ്റ് ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടതിൽ വലിയ പങ്ക് നമ്മുടെ ഡി.കെ. ശിവകുമാറിനുമുണ്ട്. 5 ബി.ജെ.പി എം.എൽ.എമാരാണ് ക്രോസ് വോട്ട് ചെയ്തത്. ജനതാദളിൻ്റെ വോട്ട് ചെയ്യേണ്ട ആളുകളും പിന്നെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളും വളരെ കൃത്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ കർണാടകത്തിൽ സംഭവിച്ച തിരിമറി. അത് വലിയ അട്ടിമറിയാണ് നടന്നത്. ആ അട്ടിമറി നടത്തുന്നതിൽ എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ശിവകുമാർ കണ്ണുടച്ചിരിക്കുകയാണ്. മൗനിമുനിയായിട്ടിരിക്കുന്നു. പക്ഷേ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തത് ശിവകുമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ശിവകുമാർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ആളാണ്. കോൺഗ്രസ്സിലെ വലിയ സമ്പന്നനാണ്. അതിലുപരിയായി ചാണക്യനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കർണാടകത്തിലെ ചാണക്യനെ ദേശീയ ചാണക്യനാക്കി മാറ്റിയാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ വലിയ വെല്ലുവിളിയാണ്. വളരെ ഭംഗിയായി ഡി.കെ. ശിവകുമാർ എന്ന ചാണക്യൻ ഊരിയെടുത്തത്. 5 എം.എൽ.എമാരാണ്, 1ഉം 2ഉം പേരല്ല. അത് ബി.ജെ.പിയിൽ നിന്ന് 5 എം.എൽ.എമാർ ക്രോസ് വോട്ട് ചെയ്ത് ജനതാദളിനെയും തോൽപ്പിച്ചു, ബി.ജെ.പിയെയും തോൽപ്പിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിനെ ജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ അത്ഭുതമാണ്. ബി.ജെ.പിക്ക് മാത്രമല്ല ഈ അത്ഭുതങ്ങളും ഞെട്ടിക്കൽ പരിപാടിയും പറ്റുന്നത്. ഞങ്ങൾക്കും പറ്റും ബി.ജെ.പി എന്ന് ബോധ്യപ്പെടുത്താൻ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വം നിതിൻ നബിനെയും ഒക്കെ മോദിയെ ബോധ്യപ്പെടുത്താൻ ശിവകുമാറിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ മന്ത്രിയായിട്ടുള്ള മകൻ RSS രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ കർണാടകത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും. അതിനെതിരെ മോഹൻ ഭാഗവത് പറഞ്ഞു ഇത് ഹിന്ദുമതം ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല, അതുകൊണ്ട് തന്നെ RSS രജിസ്റ്റേർഡ് സംഘടനയല്ല, രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തർക്കവും
വിവാദങ്ങളും ഒരു വശത്ത് നടക്കുന്നു. ഇതെല്ലാം കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തമാകുന്നതിൻ്റെയും ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ ചാണക്യ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെയും ഒക്കെ ബാക്കിപത്രമാണ്. അവിടെ നിന്നുണ്ടായി വരുന്ന ഇത്തരം സംഘപരിവാർ വിരുദ്ധ BJP വിരുദ്ധ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇന്നലെ നടന്നത്. 5 സീറ്റുകൾ, അതായത് BJPയിൽ ജയിച്ച ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാതെ ക്രോസ് വോട്ട് ചെയ്ത് കോൺഗ്രസിൻ്റെ ആളുകളെ ജയിപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ കണ്ടു. BJP നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്.